പ്രഗത്ഭനായ ഒരു ഭരണാധികാരി ആയിരുന്നില്ല അദ്ദേഹം. ഒരു രാഷ്ട്രതന്ത്രജ്ഞനോ വലിയ പ്രാസംഗികനോ ഒന്നും ആയിരുന്നില്ല. പിന്നെ എന്തിനാണ് കേരളം മുഴുവൻ അദ്ദേഹത്തെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു മനുഷ്യന് ലഭിക്കാത്ത ഒരു യാത്രയപ്പ് അദ്ദേഹത്തിന് ലഭിച്ചത്? അദ്ദേഹത്തിന്റെ മരണസമയത്ത് അന്തിമോപചാരം അർപ്പിക്കാൻ വന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ആരും ഭീഷണിപ്പെടുത്തിയോ നിർബന്ധിച്ചോ കൊണ്ട് നിർത്തിയതുമല്ല. പിന്നെ എന്താണ് ഇദ്ദേഹം ചെയ്തത്? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ആദ്യ പരിഗണന അവരവരുടെ കുടുംബവും പാർട്ടിയുമാണ്. പിന്നീടാണ് ജനങ്ങൾ വരുന്നത്. ഇവിടെയാണ് ഉമ്മൻചാണ്ടി വ്യത്യസ്തനാകുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പരിഗണന സാധാരണ ജനങ്ങൾക്കാണ്, പിന്നെ പാർട്ടി, അതിനുശേഷമാണ് കുടുംബം. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നത് ശരിക്കും അത്ഭുതമാണ്. എത്രയൊക്കെ വളഞ്ഞിട്ടാക്രമിച്ചിട്ടും കുടുംബത്തെ പോലും ഹീനമായി വേട്ടയാടിയിട്ടും ആരോടും പരിഭവമില്ലാതെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പകരം ചോദിക്കാൻ നിൽക്കാതെ എല്ലാം സഹിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് അവസാനം വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചു. ദൈവഹിതമായിരിക്കാം മരിച്ച ദിവസം തന്നെ വേട്ടയാടിയവർ തന്നെ അത് ഏറ്റുപറയുന്നത് കേരളം കണ്ടത്. അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ ഇത്രയും പ്രിയങ്കരനാക്കിയത് അദ്ദേഹം എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിരുന്നു എന്നതാണ്. ചിരിച്ച മുഖത്തോടെ അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ ആരുടെയും ശുപാർശയൊന്നും വേണ്ടായിരുന്നു. ലോക്കൽ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ പോലും അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട കാലമാണ് ഇതെന്നോർക്കണം. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉമ്മൻചാണ്ടിയുടെ വിയോഗം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ഇപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ വിലയറിയുന്നത്. കുടുംബങ്ങളിൽ കണ്ണുനീർ വീഴ്ത്തിയല്ല, മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീർ ഒപ്പിയാണ് അദ്ദേഹം കടന്നുപോയത്. ഏകദേശം 53 വർഷം വിശ്രമമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത ഈ മനുഷ്യനെ യാത്രയാക്കാൻ കേരളം മുഴുവൻ ഒഴുകിയെത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ജനകീയനായ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 2 ആണ്ട്. പ്രിയപ്പെട്ട ഓസിക്ക് മുന്നിൽ ട്രൂവയുടെ കണ്ണീർ പ്രണാമം.